മധുവിധുവിൻ്റെ അർത്ഥ ദിവസങ്ങൾ കഴിയുന്നു. ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി, മാസങ്ങളിൽ കടക്കുമ്പോൾ ആ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. പൊട്ടിത്തെറികളും ചീറ്റലുകളും ഉണ്ടാവുകയാണ്. കാമുകയും കൊണ്ട് നാടുവിട്ടു എന്നുള്ളതല്ലാതെ ജീവിതത്തെക്കുറിച്ച് പ്രായോഗികമായി ചിന്തിക്കുവാൻ ഷാജിക്ക് കഴിഞ്ഞിരുന്നില്ല. അവന് ബാംഗ്ലൂരിൽ ഒരു ജോലിയും കിട്ടിയില്ല. ജോലിയില്ലാതെ എങ്ങനെ ജീവിക്കും? അതിനവൻ കണ്ടെത്തിയ ഉപായം ഷറീനയുടെ ആഭരണങ്ങളെല്ലാം അഴിച്ചെടുത്ത് മെല്ലെ വിറ്റ് ജീവിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ എല്ലാം വിറ്റ് അവസാനത്തതും കൂടി വിൽക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ഷറീൻ എതിർക്കുകയും ഒരു ജോലിയില്ലാതെ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിക്കുകയും ചെയ്തപ്പോൾ അത് കൂടുതൽ വാക്കേറ്റങ്ങളിലേക്ക് വഴിയൊരുക്കുകയാണ്. അവിടെയും പ്രശ്നങ്ങൾ തീർന്നില്ല. കൂന്മൻ കുരു എന്ന് പറഞ്ഞതുപോലെ ആ വീട്ടിലേക്ക് ഒരു അതിഥി കടന്നു വരികയാണ്. അത് മറ്റാരുമായിരുന്നില്ല, ഷാജിയുടെ ഡാഡിയായിരുന്നു. ആ ഡാഡി ചില ഉറച്ച തീരുമാനങ്ങളുമായിട്ടാണ് ബാംഗ്ലൂരിലേക്ക് വന്നത്. അതൊരിക്കലും ഷറീനെ ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല. അയാൾ അതിനുവേണ്ടി വീണ്ടും നിർബന്ധിക്കുമ്പോൾ ബാംഗ്ലൂരിലെ ആ ഗ്രാമത്തിൽ കിടന്നുകൊണ്ട് അവൾ പ്രയാസപ്പെടുന്നത്, മിന്നായം പോലെ കിനാവുകൾ ഒന്നായി ചോരുന്നോ, കിന്നാരം കാതിൽ പറഞ്ഞതെല്ലാം മറക്കുന്നോ, പൗരുഷം വേണ്ടേൻ ഷാജി മൗനിയായി നിൽക്കുന്നോ, പുന്നാര ബാപ്പയെ ഓർത്തിടാൻ കാര്യം കാണുന്നോ, മിന്നായം പോലെ കിനാവുകൾ ഒന്നായി ചോരുന്നോ, കിന്നാരം കാതിൽ പറഞ്ഞതെല്ലാം മറക്കുന്നോ, ഡാഡി പറയുന്നു മോളെ പോരു നീ എൻ കൂടെ, അതിനായി മാറണം നിൻവിധം ഇന്ന് കേട്ടൂടെ, ഡാഡി പറയുന്നു മോളെ പോരു നീ എൻ കൂടെ, അതിനായി മാറണം നിൻവിധം ഇന്ന് കേട്ടൂടെ, ജീവിതം നീ കാണും സ്വപ്നമല്ലയൻ പൊന്മോളെ, ആശകൾ തീർത്തിടാൻ വിശ്വാസം മാറ്റു കണ്ണാളെ, ജീവിതം നീ കാണും സ്വപ്നമല്ലയൻ പൊന്മോളെ, ആശകൾ തീർത്തിടാൻ വിശ്വാസം മാറ്റു കണ്ണാളെ, മിന്നായം പോലെ കിനാവുകൾ ഒന്നായി ചോരുന്നോ, കിന്നാരം കാതിൽ പറഞ്ഞതെല്ലാം മറക്കുന്നോ.